മൂവി ലവേഴ്സ്, നമ്മുടെ ലാലേട്ടൻ മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ ഇതാ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത്തവണ ഒരു പുതിയ സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾ കൊണ്ടല്ല, മറിച്ച് സാങ്കേതിക വിദ്യയുടെ അതിപ്രസരമുള്ള ഈ കാലത്ത് തന്റെ വ്യക്തിത്വത്തെയും ശബ്ദത്തെയും സംരക്ഷിക്കാൻ അദ്ദേഹം നടത്തിയ ഒരു സുപ്രധാന നിയമ പോരാട്ടത്തിന്റെ വിജയവുമായാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI ഉപയോഗിച്ച് ആരുടെയും ശബ്ദവും രൂപവും അനുകരിക്കാമെന്ന അവസ്ഥ വന്ന ഈ കാലത്ത് തനിച്ചൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത് നമ്മുടെ സ്വന്തം നായകന്റെ പേരും ശബ്ദവും മോഷ്ടിക്കാൻ ചിലർ ശ്രമിച്ചാൽ ലാലേട്ടൻ വെറുതെ ഇരിക്കുമോ? ഒരിക്കലുമില്ല. ദില്ലി ഹൈക്കോടതിയിൽ നിന്നും വ്യാജന്മാർക്കെതിരെ ഒരു വമ്പൻ തിരിച്ചടിയാണ് ലാലേട്ടൻ വാങ്ങിക്കൊടുത്തിരിക്കുന്നത്. എന്താണ് ഈ കേസ്? നമുക്ക് വിശദമായി നോക്കാം. നമ്മുടെ ഡിജിറ്റൽ ലോകത്ത് അടുത്ത കാലത്തായി വലിയൊരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ലാലേട്ടന്റെ ശബ്ദം ക്ലോൺ ചെയ്ത് പാട്ടുകൾ പഠിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രൂപം മോർഫ് ചെയ്ത് വ്യാജ വീഡിയോകൾ ഉണ്ടാക്കുക. ഇതിനൊക്കെ അപ്പുറം യൂട്യൂബിൽ മോഹൻലാലിന്റെ ശബ്ദം എങ്ങനെ AI വഴി ക്ലോൺ ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന ട്യൂട്ടോറിയൽ വീഡിയോകൾ വരെ വ്യാപകമായിരുന്നു. ഇത് കേവലം വിനോദത്തിനപ്പുറം വാണിജ്യാവശ്യങ്ങൾക്കായി പലരും ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി. കൂടാതെ ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ ലാലേട്ടൻ പരസ്യം ചെയ്യുന്നു എന്ന രീതിയിലുള്ള വ്യാജ എൻഡോഴ്സ്മെന്റുകളും അദ്ദേഹത്തിന്റെ പേരിൽ ടീഷർട്ടുകളും പോസ്റ്ററുകളും വിൽക്കുന്ന ബിസിനസ്സും തകൃതിയായി നടന്നു. ഇതിനൊപ്പം സോഷ്യൽ മീഡിയയിൽ ബോഡി ഷേവിംഗ് അടക്കമുള്ള അധിക്ഷേപങ്ങളും ഉയർന്നതോടെയാണ് ലാലേട്ടൻ നിയമത്തിന്റെ വഴി തേടാൻ തീരുമാനിച്ചത്. വ്യക്തിത്വ അവകാശങ്ങൾ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി റൈറ്റ്സ് സംരക്ഷിക്കണമെന്ന ആവശ്യവുമായാണ് മോഹൻലാൽ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്ത്യൻ സിനിമാ ലോകത്തെ ഇതൊരു ആദ്യത്തെ സംഭവമല്ല. മുൻപ് ബോളിവുഡ് മെഗാസ്റ്റാർ അമിതാഭ് ബച്ചൻ, നടൻ അനിൽ കപൂർ, അഭിഷേക് ബച്ചൻ, പ്രമുഖ ക്രിക്കറ്റ് താരം എന്നിവരെല്ലാം തങ്ങളുടെ പേരും ശബ്ദവും ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ഇത്തരത്തിൽ കോടതിയെ സമീപിച്ച് അനുകൂല ഉത്തരവ് നേടിയിട്ടുണ്ട്. ലാലേട്ടൻ തന്റെ ഹർജിയിൽ കൂടുതൽ വ്യക്തതയുള്ള വിവരങ്ങളും ലിങ്കുകളും ഉൾപ്പെടുത്തി കൃത്യമായ ഹോംവർക്കോടെയാണ് ശക്തമായ പോരാട്ടത്തിന് ഇറങ്ങിയത്. മെറ്റ, ഗൂഗിൾ, എക്സ് തുടങ്ങിയ സോഷ്യൽ മീഡിയ ഭീമന്മാരെയും കേസിൽ എതിർ കക്ഷികളാക്കിയിരുന്നു. ദില്ലി കോടതി കേസ് പരിഗണിച്ച ജസ്റ്റിസ് ജ്യോതി സിംഗ് വളരെ കർശനമായ ഉത്തരവാണ് പുറപ്പെടുവിച്ചത്. മോഹൻലാലിന്റെ അനുമതിയില്ലാതെ അദ്ദേഹത്തിന്റെ പേരോ ചിത്രമോ തനതായ ശബ്ദമോ സംഭാഷണ ശൈലിയോ വാണിജ്യ വ്യക്തിഗത ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കോടതി ഇടക്കാല ഉത്തരവിലൂടെ വ്യക്തമാക്കി. ആക്ഷേപകരമായ ഉള്ളടക്കങ്ങളും വ്യാജ വീഡിയോകളും അടങ്ങുന്ന ലിങ്കുകൾ വെറും 36 മണിക്കൂറിനുള്ളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നിന്ന് നീക്കം ചെയ്യണം. ഇതിലുപരി ഈ വ്യാജ അക്കൗണ്ടുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ബേസിക് സബ്സ്ക്രൈബർ വിവരങ്ങളും IP ലോഗുകളും കോടതിക്ക് കൈമാറാൻ മെറ്റയോടും ഗൂഗിളിനോടും കോടതി നിർദ്ദേശിച്ചു. ഇത് വ്യാജന്മാർക്ക് കിട്ടിയ എത്തിന്റെ പണിയാണ്. 4 പതിറ്റാണ്ടിലേറെയായി തന്റെ അസാമാന്യം പ്രതിഭ കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ലാലേട്ടൻ നേടിയെടുത്ത ആ പേരും പ്രശസ്തിയും മലയാളിക്ക് ലാലേട്ടന്റെ ശബ്ദം വെറുമൊരു ശബ്ദമല്ല, അതൊരു വികാരമാണ്. ആ വികാരത്തെ സാങ്കേതിക വിദ്യയുടെ മറവിൽ ആർക്കെങ്കിലും ചൂഷണം ചെയ്യാൻ വിട്ടുകൊടുക്കാൻ പറ്റില്ല. സാങ്കേതിക വിദ്യ എത്രയൊക്കെ വളർന്നാലും ഒരു മനുഷ്യന്റെ അന്തസ്സിനും അവകാശങ്ങൾക്കും മുകളിലാവരുത് അത് എന്ന് തെളിയിക്കുന്നതാണ് ഈ വിധി. കാലം മാറുമ്പോൾ നിയമങ്ങൾ മാറണമെന്നും ഡിജിറ്റൽ ലോകത്തെ ചതിക്കുഴികളിൽ നിന്ന് കലാകാരന്മാരെ സംരക്ഷിക്കാൻ ഇത്തരം ശക്തമായ ഇടപെടലുകൾ അത്യാവശ്യമാണെന്നും ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലാലേട്ടൻ കാണിച്ച ഈ മാതൃക മലയാള സിനിമയ്ക്കും മറ്റ് കലാകാരന്മാർക്കും ഒരു വലിയ പരിരക്ഷ തന്നെയായി മാറും. AI സാങ്കേതിക വിദ്യയുടെ ഈ ദുരുപയോഗത്തെയും കോടതിയുടെ ഈ ചരിത്ര വിദ്യയെയും നിങ്ങൾ എങ്ങനെ കാണുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്.